എല്ലാ മാധ്യമങ്ങളും, ദൃശ്യ അച്ചടി മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതലായി നടക്കുന്നത്. മറ്റു പല വിഷയങ്ങളും, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ സ്പായിൽ കയറി പകൽ സമയത്ത് ആക്രമണം നടത്തിയ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വാർത്താമാധ്യമങ്ങളുടെ മെയിൻ സ്ക്രീനിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ ഓരോ സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ യൂട്യൂബ് ചാനലുകൾ, അനേകം ചാനലുകൾ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവർ സീറ്റ്, അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കണക്കുകൾ പലതരത്തിലുള്ള അവതരിപ്പിക്കുന്നു. ഇങ്ങനത്തെ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ഭൂരിഭാഗം മാധ്യമങ്ങളും ആശ്രയിക്കുന്നത് ചില ഏജൻസികൾ സർവേ നടത്തും. അഖിലേന്ത്യാ സർവേ നടത്തും, പ്രാദേശികമായി കേരളത്തിൽ മാത്രമായി സർവേ നടത്തും, ചില നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സർവേ നടത്തും. ഈ സർവേയെ ആശ്രയിച്ചാണ് മറ്റ് വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നത്. പക്ഷെ ആദ്യത്തെ എൻ്റെ സംശയം, അല്ലെങ്കിൽ നമ്മുടെ സംശയം, എല്ലാവർക്കും ആ സംശയം ഉണ്ടാകാവുന്നതാണ്, ഈ സർവേ സത്യസന്ധമാണോ? ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറയാം. CI2 ഭൂരിപക്ഷമുള്ള ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടെ ചെന്നൊരു സർവേ നടത്തിയാൽ ആ സർവേയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 90% LDF അനുകൂലമാകും. മറിച്ച് INTUCക്ക് ഭൂരിപക്ഷമുള്ള സ്റ്റാൻഡിൽ ചെന്ന് നടത്തിയാൽ അത് തന്നെയാണ് സംഭവിക്കും, മറിച്ച് സംഭവിക്കും. BMSൻ്റെ സ്റ്റാൻഡാണെങ്കിൽ മറിച്ച് സംഭവിക്കും. അപ്പോൾ താല്പര്യം, നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായം എവിടുന്ന് കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. പലപ്പോഴും അത് പ്രയാസമായിരിക്കും. പിന്നെ ഈ സർവേക്ക് പോകുന്ന പ്രവർത്തകർ, അവരും ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടിയോട് കമ്മിറ്റഡായ ആൾക്കാരായിരിക്കും. അവർ ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ ആ പാർട്ടികൾക്ക് അനുകൂലമായി ഈ സർവേയുടെ നേച്ചർ, സ്വഭാവം, പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം പോലും മാറ്റാൻ പറ്റും, ആൾക്കാരെ പോലും മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു റോഡിൽ, ഏതെങ്കിലും ഒരു ചെറിയ ജംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ സർവേ ടീം ചെല്ലുന്നു എന്ന് വിചാരിക്കുക. ഇവർക്ക് LDFനോടാണ് താല്പര്യമാണെങ്കിൽ അവിടുത്തെ CPM ഏരിയ സെക്രട്ടറിയോട് പറയുന്നത്, ഞങ്ങൾ 11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ ഞങ്ങളുടെ സർവേയുടെ പിള്ളേരവിടെ വരും, നിങ്ങളുടെ ആൾക്കാരോടെ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോടെ കാണണം, ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയണം. അങ്ങനെ അറേഞ്ച് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത്, അതിന് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുക. ഏതെങ്കിലും ചുമരെഴുത്ത്, ഏതെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ CPM വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക, ഇങ്ങനത്തെ ചുമരെഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രചരണത്തിന് വേണ്ടി ഈ സർവേകൾ ഉപയോഗിക്കും. ഇതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ അനുഭവം പറഞ്ഞാൽ, കോമൺ സെൻസുള്ള ആർക്കും അധികം പഠനങ്ങളൊന്നും കൂടാതെ നമ്മുടെ മുമ്പിൽ കൂടെ തെളിഞ്ഞു പോകുന്ന, സ്ക്രീനിൽ കൂടെ പോകുന്ന വാർത്തകൾ മാത്രം, അല്ലെങ്കിൽ കൂട്ടുകാരോ ഫ്രണ്ട്സോ പറയുന്ന വാർത്തകൾ മാത്രം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ അനുഭവം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, 1967 തിരഞ്ഞെടുപ്പിൻ്റെ ഫലം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരികയാണ്. അപ്പം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആദ്യം മാള, വല്ലൂരും കരുണാകരൻ ജയിച്ചു. ഇങ്ങനെ 2-3 കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ നിരത്തി ഒന്നിനു പുറകെ ഒന്നായി LDF അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ജയിക്കുന്ന കണക്കാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ, എൻ്റെ അടുത്തൊരു, ഞങ്ങളൊക്കെ കാരണമ്പ വെല്ലിച്ചൻ വിളിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം ഈ വാർത്ത കേൾക്കാൻ, റേഡിയോ കൂടെ വാർത്ത കേൾക്കുമ്പോൾ അടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അറിയാതെ ഒരു കമൻറ്റ് വന്നു, ഈ രീതിയിൽ പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് കാണിയല്ലോ എന്ന് പറഞ്ഞു. ഈ രീതിയിലാണ് പോകുന്നത്. കാരണം അസംബ്ലി സീറ്റുകളെല്ലാം 9 ഒഴിച്ച് ബാക്കി മുഴുവൻ LDFന് കിട്ടുകയാണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിനെ കാണിയല്ലെന്ന് പറഞ്ഞു. അന്ന് അതിൻ്റെ ഗൗരവം അറിയത്തില്ല, ഒരു സീറ്റോ 2 സീറ്റോ പ്രത്യേകത അറിയത്തില്ല. എന്നാൽ ഈ വാചകം നമ്മുടെ മനസ്സിൽ കിടന്നു. ഫലം അവസാനം വോട്ടെണ്ണി വന്നപ്പോൾ ഒരു സീറ്റ് കിട്ടി. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദൻ ജയിച്ചു എന്നുള്ള വാർത്തയാണ്. ആ ഒറ്റ സീറ്റ് തുച്ഛമായ വോട്ടിന് ജയിച്ചു. അത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പരിഗണന കൊണ്ട് മാത്രം കിട്ടിയ ജയം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മുമ്പിൽ കൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇടതുപക്ഷത്തെ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന് പോസിറ്റീവായിട്ട് ജനങ്ങളെ ആകർഷിക്കാൻ പറയാനുള്ളത്? ഉറപ്പായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അങ്ങനെ പറയാനില്ലാത്ത അവസ്ഥയിൽ എത്രയോ ജാഥകളോ, വികസന ജാഥയും, ലോക വികസന ജാഥ, എല്ലാ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇവർ നടത്തി. വലിയ വലിയ ബസ്സുകളിൽ നടത്തി. മന്ത്രിസഭ മുഴുവൻ എല്ലാ ഗ്രാമങ്ങളിലും കൂടെ പോയി, ഇല്ലേ? ഇതെല്ലാം നടത്തിയിട്ട് ഇനിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് എന്താണ്? ഇവർക്ക് ബോധ്യപ്പെടുത്താനുള്ളത് പരാജയം എന്ന് മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ ക്രൂരത ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട ദിവസം, മനസാക്ഷിയില്ലായ്മ വെളിപ്പെട്ട ദിവസമായിരുന്നു. മരവിച്ച് നിൽക്കുന്ന ഭരണകൂടത്തെ നമ്മൾ കണ്ട ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലമെങ്കിലും എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും ഈ
ഭരണകൂടത്തോട്, അത് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിനോട് ഒരു വിപ്രതിപത്തി ജനങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ സർവേ ഒന്നും നടത്താൻ പോകണ്ട. നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുക. ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന യാത്രക്കാരോട് പൊതുവിഷയങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായം കിട്ടും. റിയാസ് പണിയുന്ന പാലങ്ങളെക്കുറിച്ച്, തകർന്നു വീഴുന്നതിനെക്കുറിച്ച് പണിയാൻ പറ്റും. കണ്ണൂർ ജയിലിൽ കിടക്കുന്ന എല്ലാ കൊലയാളികൾക്കും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾക്ക് സ്ഥിരമായി പരോൾ കിട്ടുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ എന്നുള്ള പയ്യനെ തല്ലിക്കൊന്നത്, അത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഈ മനസ്സിൽ സൂക്ഷിക്കാൻ തുറന്ന് പറയണമെന്നില്ല. എന്തിനാ വല്ലവൻ്റെ വിരോധം ഞങ്ങൾ കേൾക്കാൻ പോകുന്നു എന്നുള്ള ധാരണയിൽ തനി പാർട്ടിക്കാരല്ലാത്ത, അല്ലെ തനി കോൺഗ്രസോ അല്ലെ UDF അല്ലാത്ത ജനങ്ങൾ ഈ എതിർപ്പ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ല. പക്ഷേ ഇതിൽ രണ്ടും കൂടെ നിഷ്പക്ഷമായ ഒരു വിഭാഗമുണ്ട്. അതാരാണ് നിഷ്പക്ഷമായ വിഭാഗം എന്ന് പറഞ്ഞാൽ? 2021 അസംബ്ലി തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ 2 ഇലക്ഷൻ നടന്ന വോട്ടിങ്ങിൻ്റെ വ്യത്യാസമാണ്. ഈ വോട്ടിങ്ങിൽ 2024 ലോക്സഭ ആയപ്പോഴത്തേക്ക് 100ലധികം സീറ്റുകളിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടും? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDFന് ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്. 2021 കണക്ക്, അതായത് 2021 ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ലക്ഷോപലക്ഷം ജനങ്ങൾ മാറി ലോക്സഭയായപ്പോഴത്തേക്കും UDFന് അല്ലെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുമല്ല. ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിനുവേണ്ടി 2024 ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലും പ്രത്യേക സംഘടനാ പ്രവർത്തനം നടത്തിയോ, ഭവന സന്ദർശനം നടത്തിയോ, സമരപരിപാടികൾ നടത്തിയോ? ഒന്നുമില്ല. ചാനൽ ചർച്ചകളിൽ മാത്രം കോൺഗ്രസിൻ്റെ ഒതുങ്ങി നിന്നിട്ട് പോലും, കോൺഗ്രസിൻ്റെ പ്രചാരണം ഒതുങ്ങി നിന്നിട്ട് പോലും കേന്ദ്ര പാർലമെൻറ്റിലേക്ക് കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂന്നും, മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും ആരും ജയിച്ചു വരാത്ത മാർക്സിസ്റ്റ് CPM-കാരെ ഇവിടുന്ന് ജയിപ്പിച്ചു വിടുന്നത് ഒരു കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ജയിപ്പിക്കുന്നതിന് തുല്യമാണ്, ഏതെങ്കിലും അങ്ങനെ ചെറിയ കക്ഷികളുടെ പ്രതിനിധികളെ ജയിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ 2024 ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത അതേ വിഭാഗം തന്നെ യാതൊരു മനസാക്ഷിക്കുത്തും കൂടാതെ സന്തോഷത്തോടെ ആർക്ക് പോയി UDFന് വേണ്ടി വോട്ട് ചെയ്യുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ പരിപാടികൾ അത്രമാത്രം സ്വീകാര്യമായിരുന്നെങ്കിൽ ഇങ്ങനൊരു മാർച്ചിന്തി ഉണ്ടാകില്ലായിരുന്നു. സമുദായങ്ങളെ കളിപ്പിക്കാനുള്ള ഇഷ്ടം പോലെ കലാപരിപാടി, ബീഫ് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള പല പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവസാനം ജനങ്ങൾക്ക് സത്യം മനസ്സിലാകാണ്. CPM-ന് ആഗ്രഹമില്ല, CPM-നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായ ഒരു സമരം സംഘടിപ്പിക്കാൻ CPM-നെ കൊണ്ട് പറ്റില്ല. വെറുതെ എവിടെയെങ്കിലും പോയി പാർലമെൻറ്റിന് മുമ്പിൽ ചെന്ന് മുദ്രാവാക്യം വിളിക്കാം, റഹീമിൻ്റെയോ ബ്രിട്ടാസിൻ്റെ 2 പ്രശ്നങ്ങൾ കാണിക്കാം. അതിനപ്പുറം എന്താ ചെയ്യാൻ പറ്റുന്നത്? ബംഗാളിൽ പറ്റുമോ? ത്രിപുരയെ പറ്റുമോ? പണ്ട് ഇന്ത്യ മുഴുവൻ സ്തംഭിപ്പിക്കാൻ AITUFന് പറ്റുമായിരുന്നു, CITUവിന് പറ്റുമായിരുന്നു, തൊഴിലാളി സംഘടനകൾക്ക് പറ്റുമായിരുന്നു. ബാങ്ക് ഇപ്പോൾ അവിടെയൊക്കെ സമരം, അഖിലേന്ത്യാ സമരങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബാങ്ക് എംപ്ലോയീസിനെ കണ്ടിട്ടുണ്ടോ? കോളേജ് അധ്യാപകരെ കണ്ടിട്ടുണ്ടോ? എഞ്ചിനീയേഴ്സിനെ കണ്ടിട്ടുണ്ടോ? അവർക്കെല്ലാം ഉയർന്ന സാലറി കിട്ടിപ്പോയവരെല്ലാം ഈ സമരരംഗത്ത് മാറി അത്യാവശ്യം മെയ്ദിനാഘോഷത്തിനും അതുപോലുള്ള പരിപാടിക്ക് മാത്രം വരുന്ന സമരമായിട്ട് മാറി. ഒരു കാലത്ത് ബാങ്കുകൾ ദേശവൽക്കരിക്കുന്ന സമയത്ത് ദേശവൽക്കരണത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച ജനങ്ങൾ ഇന്ന് സ്വകാര്യവൽക്കരിക്കുമ്പോൾ നിശബ്ദരായിട്ടിരിക്കുക. കാരണം എന്താ? ഇങ്ങനെ സമൂഹത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഒത്തിരി തൊഴിലുകളില്ലാതെ പോയിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിസ്സാരം തൊഴിലില്ലായ്മയെ പറ്റി നമ്മൾ പറയും. കേരളത്തിലെ തൊഴിലില്ലായ്മ പറയുമ്പോൾ ഒറ്റവാരി എടുത്തു പറയാൻ മറക്കരുത്, എഴുത്തും വായനയും അറിയാവുന്നവരുടെ തൊഴിലില്ലായ്മ, അല്ലെ എഴുത്തും വായനയും അതറിഞ്ഞുകൊണ്ടുള്ള തൊഴിൽ ചെയ്യാനുള്ള അവരുടെ തൊഴിലില്ലായ്മ. അല്ലാതെ കായികാധ്വാനം ചെയ്യാൻ മെയ് കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്കുള്ള തൊഴിൽ. അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ആ സിറ്റുവേഷനിൽ തൊഴിലില്ലായ്മ ഒരു ഇഷ്യൂ ആയിട്ടുള്ള പറയാൻ പറ്റുമോ? അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തൊഴിലില്ലായ്മ തന്നെ കൊടുത്താൽ മതി. തൽക്കാലത്തേക്ക് വട്ടച്ചെലവിനുള്ള കാശ് കിട്ടും. ഇതിൻ്റെ പ്രതിഷേധം തീരും. PSCയിൽ നിയമനം നടത്തിയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടു, 1, 2, 3, 4, 5, 6 1ാം റാങ്കുകാർ ഓരോ സബ്ജക്റ്റിലും കോളേജിലേക്ക് നിയമനം നടത്താതുണ്ട്. ലാപ്സായി പോവുകയാണ്. ഇനി 2 3 മാസമേ ഉള്ളൂ. ആരും ഉത്തരം പറയും? ഒരു SFIക്കും പ്രതിഷേധമില്ല, ഒരു AKPCTക്കും പ്രതിഷേധമില്ല, ഒരു KGCTക്കും പ്രതിഷേധമില്ല. എന്തേ ഇല്ലാത്ത? അവരുടെയൊക്കെ കാര്യം സേഫായി, ജോലി കിട്ടിയവരൊക്കെ സേഫായി. ഇനി നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലില്ല. അത്രയ്ക്ക് മാത്രം സ്വാർത്ഥത എല്ലാ രംഗത്തേക്കും കടന്നുവരാണ്. ആ സ്വാർത്ഥതയാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത്. ഇന്ന് നാളെ ശബരിമല കൊള്ള എങ്ങനെ അവസാനിക്കും, ആ കേസ് എങ്ങനെ അന്വേഷിക്കുന്നു ഉറപ്പ് പറയാൻ പറ്റുന്ന UDF നേതാക്കളുണ്ടോ? ഇനി അവസാനമായിട്ട് പറയുന്നു, ഞങ്ങൾ ക്രൈം ഓൺലൈൻ ചാനലിന് വേണ്ടി നടത്തുന്ന സർവേകൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് പാർലമെൻറ്റിലെ കണക്ക് ഒരിക്കലും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. അത് പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ചെയ്ത വോട്ടാണ്. മറിച്ച് അവസാനം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പാറ്റേണും അതിനു മുമ്പുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിലെ പാറ്റേണും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റ് സാധിക്കും. അതുകൊണ്ട് മറ്റ് ബയാസ് ഒന്നും കൂടാതെ ഏറെക്കുറെ സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും നിങ്ങളെ അറിയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഇത്രമാത്രം.